ജീവിതം എന്നതിൽ പെടാത്ത എന്താണുള്ളത്? വ്യക്തിപരം, കുടുംബപരം, രാഷ്ട്രീയം, സേവനം, സാമ്പത്തികം, കല, സാഹിത്യം, എന്താണ് ജീവിതം എന്നതിൽ പെടാത്തത്? എല്ലാം ജീവിതം എന്നതിൽ പെടുമല്ലോ. അങ്ങനെ ഒരുപാട് ആലോചിച്ചു നോക്കിയാൽ ജീവിതം എന്നതിൽ പെടാത്ത എന്തെങ്കിലും ഒന്നിനെ കാണാൻ കഴിയുമെങ്കിൽ അത് മരണമാണ്. അത് പൂർത്തീകരിച്ച് അല്ലാഹു പറഞ്ഞു, വമമാതി, എന്റെ മരണവും. ആർക്കാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായിട്ടുള്ള അല്ലാഹുവിനാകുന്നു. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, മതത്തിന്റെ, ജാതിയുടെ, ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ഒന്നും പടച്ചവനല്ല, അവരുടെ മാത്രം ആരാധ്യനല്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അങ്ങനെ എല്ലാം അല്ലാഹുവിന് സമർപ്പിക്കുന്ന, ഒന്നും തന്നെ ഒഴിഞ്ഞു പോകാത്ത അതിമഹത്തരമായ ബൃഹത്തായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഉള്ള ഈ കാഴ്ചപ്പാട് ഇത് ഖുർആനികമാണ്, ഇത് സുന്നത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ഇത് പൂർവികരായ പണ്ഡിതന്മാർ സമ്മതിച്ചു പറഞ്ഞതാണ്. ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു മദ്ഹബിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അത്ര കൃത്യവും വ്യക്തവുമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി, ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ മാത്രം ധാരയിൽപ്പെടുന്നവരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചിന്താധാരയെ മാത്രം സ്വീകരിക്കുന്നവരല്ല. ഇതിൽ ഷാഫിഈ, ഹനഫി, മറ്റു മദ്ഹബുകളും ഇതിലുണ്ട്. സുന്നികൾ എന്ന് സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ ഇടമുണ്ട്. ഇതിൽ സലഫി മൻഹജിൽ ജീവിക്കണമെന്ന്, കർമ്മശാസ്ത്ര സരണിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതിൽ ഇടമുണ്ട്. ഇതിൽ ഇസ്ലാമിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമോ അതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ പദ്ധതി. അള്ളാഹു മനുഷ്യരുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങൾ ചുമത്തിയിട്ടുണ്ട്. മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണല്ലോ. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു ഖലീഫയായിക്കൊണ്ടാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു പറഞ്ഞയച്ചത്. ആ മനുഷ്യരിൽ അള്ളാഹു ഞങ്ങളെ ഖലീഫയായി പറഞ്ഞയച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സവിശേഷമായ ഒരു ബാധ്യതയുണ്ട്. ആ മുഅ്മിനീങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളായ ആണുങ്ങളും സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളും പരസ്പരം സഹായികളും ആത്മമിത്രങ്ങളുമാണ്. എന്തിനാണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ജാതീയമായി ലഭിക്കുന്ന ഒരു സമുദായമായിട്ട് തുടരുന്ന ഒരു രീതിയല്ല ഇസ്ലാമിന്റെ രീതി. സയ്യിദ് അബുൽ അല മൗദൂദി റഹ്മഹുല്ലാഹ് വളരെ കൃത്യമായി ആ കാലത്ത് തന്നെ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാഹ്മണന്റെ പുത്രൻ ബ്രാഹ്മണനാകുന്നത് പോലെ, ഈഴവന്റെ പുത്രൻ ഈഴവനാകുന്നത് പോലെ, അങ്ങനെ മാതാപിതാക്കളുടെ ജാതിയും മതവും സ്വീകരിക്കുന്ന ജാതീയമായ സമൂഹത്തെ പോലെ നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ഒരു കൊച്ചു സൂറത്ത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലമാണ് സത്യം, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ പെടാത്തവരാരാണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളാണ് നഷ്ടത്തിൽ പെടാതിരിക്കുക. വിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നിലനിൽക്കുന്ന ഒരു മതബോധം അല്ലെങ്കിൽ ഒരു മത പൊതുബോധം അനുസരിച്ച് കൊണ്ട് പറയേണ്ടത് വിശ്വസിക്കുകയും നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സ്വലാത്ത് ചെല്ലുകയും ദിക്ർ ചെല്ലുകയും ഉംറക്ക് പോവുകയും ഹജ്ജിന് പോവുകയും ചെയ്യുന്നവരാണ് എന്നാണല്ലോ. പക്ഷേ അതെല്ലാം ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവന്റെ തെളിവാണ് സ്വലാത്ത്, അവന്റെ തെളിവാണ് സൗമ്, അവന്റെ തെളിവാണ് സകാത്ത്, അവന്റേത് തന്നെയാണ് ഹജ്ജ്. അതെല്ലാം ഒരൊറ്റ വാക്കിൽ പറഞ്ഞു. പിന്നെന്താണ്? വഅമിലുസ് സ്വാലിഹാത്ത്, പ്രവർത്തിക്കണം. അവിടെയാണ് പ്രവർത്തനം എന്ന് പറയുന്നത്. നട്ടക്കാരിൽ പെടാതിരിക്കാനുള്ള ഉപാധിയായി നിർണയിച്ചത് ആരാണ്? ഏതെങ്കിലും ഒരു പണ്ഡിതനല്ല, സംഘടനാ നേതാവല്ല, സാക്ഷാൽ അല്ലാഹുവാണ്. ഇനി നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണണമോ? അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരാൾക്ക് കൊതിയുണ്ടാകുന്നത് അയാളുടെ ആത്മീയമായ ഉയർച്ചയുടെ തെളിവാണല്ലോ, അയാളുടെ ആത്മീയമായ ഉത്കർഷയുടെ തെളിവാണല്ലോ. അങ്ങനെ ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് കൊതി തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ പൊതുബോധമനുസരിച്ച് നമ്മൾ പരതുക, അതിന് പറ്റുന്ന വല്ല ദിക്റുമുണ്ടോ എന്നാണ്. അതിന് പറ്റുന്ന വല്ല ദിക്റുമുണ്ടോ? അങ്ങനെയാണല്ലോ.
ഓരോന്നിനും വേണ്ടി ഓരോ ദിക്റാണ്, ഓരോന്നിനും ഓരോ പ്രാർത്ഥനയാണ്, ഓരോന്നിനും ഓരോരോ പ്രത്യേകമായ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്തു ചെയ്യണം, അതിന് ഇന്ന ദിക്റ് ചെല്ലണം എന്ന് പറയുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ ലിഖാ ഉദ്ദേശമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, പ്രവർത്തിക്കണം. അഥവാ ഇത് സമുദായമായി കിട്ടുന്ന ഒന്നല്ല, ഇത് ജാതീയമായി കിട്ടുന്ന ഒന്നല്ല, ഇത് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ദീനാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ദീനാണ്. ഇങ്ങനെ ഇന്ന് ഖുർആൻ പരിശോധിച്ചാൽ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്നതും പ്രവർത്തനത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്നതുമായ ഒട്ടനേകം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയും സൂറ ആലു ഇംറാനും പരിശോധിച്ചു നോക്കൂ. അവിടെ ക്രൈസ്തവ സമൂഹത്തെയും ജൂത സമൂഹത്തെയും നിരൂപണം നടത്തുമ്പോൾ അള്ളാഹു പറയുന്ന കാര്യം, അവർ കേവല സമൂഹമായി, സമുദായമായി, ജാതീയമായ സമുദായമായി വർത്തിച്ചു എന്നത് അവരുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണമായി എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവര് ഞങ്ങൾ മഹാന്മാരാണ്, ഞങ്ങൾ വലിയ ഉന്നതമായ താവഴിയുള്ളവരാണ്, ഞങ്ങൾ വലിയ പാരമ്പര്യത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ സമുദായം ഉത്തമമാണ്, മഹത്തരമാണ് എന്ന് പറഞ്ഞു. എന്നാലോ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, ആ മില്ലത്തിലൂടെ അവർ പ്രവർത്തിച്ചില്ല എന്നതാണ് അവരുടെ നേരെ ചുമത്തുന്ന ഏറ്റവും വലിയ കുറ്റപത്രമെന്ന്. അതുകൊണ്ടായിരിക്കണം ഹിദായത്ത് ലഭിക്കാനുള്ള ഈ കിതാബിന്റെ ആദ്യത്തിൽ അൽ ബഖറയും തൊട്ടുടനെ ആലു ഇംറാനും വന്നത് എന്ന് ഞാൻ വിനീതമായി വിചാരിക്കുകയാണ്. അതൊരു കേസ് സ്റ്റഡിയാണ്. എങ്ങനെയാകാൻ പാടില്ല നിങ്ങൾ എന്നതിന്റെ കേസ് സ്റ്റഡിയാണ് യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ തെളിയിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രവർത്തന പദ്ധതിയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അമലാണ്. ആ അമൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ്. അങ്ങനെ പ്രവർത്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇത് തന്നെയാണ്. ആ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ അറിയുക. ഇത് ഒറ്റക്കൊറ്റക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം കെട്ടിപ്പടുത്തപ്പോൾ അവിടെ ഓരോരുത്തർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞേക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല ഇതിനുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇസ്ലാമിലെ പള്ളികളെ കുറിച്ച് അന്വേഷിച്ചു നോക്കൂ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ലോകത്താദ്യമായി പണിത പള്ളി. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖുർആൻ പറയുന്നു ഉമ്മുൽ ഖുറാ, പട്ടണങ്ങളുടെ മാതാവ്, അല്ലെ? പട്ടണത്തിലാണ് ആദ്യത്തെ മസ്ജിദ് ഉള്ളത്. രണ്ടാമത് നമുക്ക് പ്രത്യേകതയുള്ള പള്ളി മസ്ജിദ് നബവിയാണ്. അതെവിടെയാണ്? മദീന. മദീന എന്ന് പറഞ്ഞാൽ തന്നെ പട്ടണം എന്നാണ്, പട്ടണത്തിലെ പള്ളിയാണ്, അല്ലെ? മൂന്നാമത് നമുക്ക് പോകാൻ അനുവാദമുള്ള അല്ലെങ്കിൽ തീർത്ഥാടനം ഉദ്ദേശിച്ചു പോകാൻ പറ്റുന്ന പള്ളി മസ്ജിദുൽ അഖ്സയാണ്. അല്ലദീ ബാറക്നാ ഹൗല, ചുറ്റുപാടുകൾ അനുഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ജനനിബിഡമായ ഒരു വലിയ പട്ടണത്തിന്റെ നടുവിലുള്ള പള്ളിയാണ്. പള്ളികൾ പട്ടണത്തിലായത് വെറുതെയല്ല, മനുഷ്യ സമൂഹത്തിന്റെ ഇടയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതുകൊണ്ടാണ് ഹിറാ ഗുഹയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയത്. ആ നാട്ടിലെ ജനങ്ങളെ എല്ലാ തരം തിന്മകളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു വഴി അന്വേഷിച്ചുകൊണ്ടാണ്. അവിടെ വെച്ചാണല്ലോ വിമോചനത്തിന്റെ ഈ ഗീതം, ഈ പരിശുദ്ധ ഖുർആൻ, ഈ വെളിച്ചം അവതരിച്ചത് കിട്ടിയത്. പക്ഷേ എനിക്ക് ഖുർആൻ ഇറങ്ങി തുടങ്ങിയ സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരിക്കലും റസൂലുള്ളാഹി ജബലുൻ നൂറിന്റെ ആ പരുപരുത്ത കല്ലുകൾ ചവിട്ടി ഹിറയിലേക്ക് പോയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ്? ആ ലഭിച്ച വഹീന് ശേഷം പിന്നെ റസൂലുള്ളാഹി ജീവിച്ചത് ജനങ്ങൾക്കിടയിലാണ്, ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോയി അവിടെ ഉണ്ടായിരുന്ന പുരോഹിത മതത്തിന്റെ ആളുകൾ ചോദിച്ചല്ലോ, മാലിഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഇതെന്തൊരു റസൂലാണ്, ആളുകളുടെ കൂടെ ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുകയും മനുഷ്യന്മാർ തിന്നും പോലെ തിന്നുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെ അള്ളാഹുവിന്റെ ദൂതരാകും എന്ന് ആശ്ചര്യപ്പെട്ടല്ലോ. അങ്ങനെ ആശ്ചര്യപ്പെട്ടപ്പോഴും അള്ളാഹു കൊടുത്ത മറുപടി, റസൂലേ, ഇനി അങ്ങാടിയിൽ നിന്നിങ്ങ് പോരെ എന്നല്ല, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറഞ്ഞേക്കുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിന്റെ സമൂഹം. അത് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമുള്ള ഒരു കാലത്തും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജത്തുൽ കുബ്ര, ഖദീജ ദ ഗ്രേറ്റ്, ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് 1000 നാവാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആദ്യമായിട്ട് ഈ ജീവിത ദർശനത്തിലേക്ക് കടന്നു വന്നത്. വന്നപാട് ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 പഠിപ്പിച്ചു കൊടുത്ത് ഇനി നിസ്കരിച്ചോ ദിക്ർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു വിടുകയാണോ? അല്ല. പിന്നെന്താണ്? അവർ ഒരുമിച്ച് കൂടുന്നു. പിന്നീട് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവരാ യോഗത്തിൽ ഇരിക്കുന്നു. കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്. അവരാ യോഗത്തിൽ പങ്കെടുക്കുന്നു. അഥവാ മക്കത്തെ അർഖം ഇബ്നു അബുൽ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് യോഗം ചേരുന്ന ദീനിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം എന്ന് പറയുന്നത്. യോഗം ചേരുന്ന ദീനിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ദാറുൽ അർഖം എന്നത് അതിന്റെ തെളിവാണ്. അഥവാ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലിരുന്ന് എന്തിനാണ് അവർ കൂടുന്നത്? ജുമാ നിസ്കരിക്കാനാണോ? അല്ല, അന്ന് ജുമാ ഇല്ലല്ലോ. മക്കയിൽ ജീവിച്ചിരുന്ന 13 കൊല്ലക്കാലം ജുമാ ഇല്ലല്ലോ. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത്? അവരൊരുമിച്ച് കൂടിയത് അള്ളാഹു മനുഷ്യർക്കായി അറിയിച്ചു കൊടുത്തിട്ടുള്ള ഈ ജീവിത സന്ദേശത്തെ പ്രചരിപ്പിക്കാനും വിജയിപ്പിക്കാനും ഇൽഹാർ ചെയ്യാനും എന്തുണ്ട് വഴിയെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാം എന്ന് പറയുന്നത് യോഗം കൂടുന്ന ഇസ്ലാമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അത് വികസിച്ച് അതിന്റെ മുന്നോട്ട് പോക്കിന്റെ ഓരോ ഘട്ടത്തിലും ഈ യോഗത്തെ നമുക്ക് കാണാൻ കഴിയും. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ആകാശലോകവുമായിട്ട് നിരന്തരമായ ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാഹു പറയാണ് അംറുഹും ശൂറാ ബൈനഹും, ചുറ്റുപാടുകളിലുള്ളവരുമായി നീ കൂടിയാലോചിക്കും. അഥവാ കൂടിയാലോചിക്കുന്ന ഒരു ദീനിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ കൂടിയാലോചനാ സ്വഭാവം, അങ്ങനെ സംഘടിതമായ ഒരു സ്വഭാവം, ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മനോഹരമായ ഒരു ചുരുക്കവാക്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇത് പരിചയപ്പെടുത്തുന്നുണ്ട്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ. ഇസ്ലാം തന്നെയില്ല ഈ കൂട്ടായ്മയില്ലാതെ, ഈ സംഘടിത സ്വഭാവമില്ലാതെ. അങ്ങനെയില്ല. പൈശാചികതയുടെ 100 പ്രശ്നങ്ങൾ കൊണ്ട് നിലയില്ലാ കയമായി മാറിയിട്ടുള്ള ഈ ഒരു ദുനിയാവിന്റെ അവസ്ഥയിൽ നിന്ന് ആളുകൾക്ക് തനിച്ച് കയറി വരാനാവില്ല. അപ്പോൾ പുറമെ നിന്ന് അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കയറാണ് ഹബിലുല്ലാഹ് എന്ന് പറയുന്നത്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ. ആ കയറിനെ നിങ്ങൾ പിടിക്കേണ്ടത് ഒറ്റക്കൊറ്റക്ക് എവിടെയെങ്കിലും പോയി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടല്ല, ഏതെങ്കിലുമൊക്കെ ദിക്ർ ഖാനകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടല്ല, ഏതെങ്കിലും സന്യാസി മഠങ്ങളിൽ ഇരുന്നു കൊണ്ടല്ല. നിങ്ങൾ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, ഒരു ജമാഅത്തായിക്കൊണ്ട്, ഒരു കൂട്ടായ്മയായിക്കൊണ്ട്, സംഘടിതമായിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കയറിനെ പിടിക്കണം. അതിന്റെ ഒരറ്റം റബ്ബുൽ ആലമീന്റെ അടുത്താണ്, മറ്റേ അറ്റം നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. വലാ തഫറഖു, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. ഈ കൂട്ടായ്മയാണ് ഇസ്ലാം, ഈ ജമാഅത്താണ് ഇസ്ലാം. ഇത് ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തി, അല്ലെങ്കിൽ പോയ യസ്രിബ് മദീനയായി മാറി. അങ്ങനെയാണ് സംഭവിച്ചത്. മദീന എന്നതുണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോഴാണ്. ആ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെയും സ്ഥലത്തേക്ക് റസൂലുള്ള പലായനം ചെയ്തിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണല്ലോ തായിഫ്. പക്ഷേ ആ തായിഫിന് ഈ വലിയ വിമോചകനെ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവർ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അവരുടെ കല്ലേറ് കൊണ്ട് തിരിച്ചു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചിത്രം നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും, വല്ലാത്ത ഒരു പാവം, ഒരു സാധു ചോര കുട്ടി ഒഴുകുന്നു, ആകെ പ്രയാസപ്പെടുന്നു, അങ്ങനെ തോട്ടത്തിൽ കയറി ഇരിക്കുന്നു, വല്ലാത്തൊരു ചിത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ആ കല്ലെറിഞ്ഞവരാണ് പരാജയപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഇടം കൊടുത്തിരുന്നെങ്കിൽ, റസൂലുള്ളാഹിക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ, അവിടെ അവർ പിന്തുണച്ചിരുന്നെങ്കിൽ, ഇന്ന് മക്ക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന മദീന എന്നത് തായിഫായിരുന്നു മദീനയായി മാറുക, അല്ലെ? മബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ വീടിന്റെയും ഖബറിൻ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. ആ റൗള ഷരീഫ് ഒരു പക്ഷേ തായിഫിലായിരിക്കും ഉണ്ടാവുക. ആരാണ് ആ മഹാസൗഭാഗ്യത്തെ തട്ടിമാറ്റിയതെന്ന് ചോദിച്ചാൽ, അന്ന് റസൂലുള്ളാഹിക്ക് അഭയം നൽകാതെ എറിഞ്ഞോടിച്ച തായിഫിലെ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ഒരു ജനസമൂഹമാണ്. ഇസ്ലാമിക മുന്നേറ്റത്തെയും ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തെയും ഇസ്ലാമിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുന്നത് ആരാണോ അവർക്കാണ് ചരിത്രം
എപ്പോഴും പരാജയത്തിന്റെ നിർഭാഗ്യത്തിന്റെ അവസ്ഥ കാത്തുവെച്ചിട്ടുള്ളത്. ആരാണോ ത്വലഅൽ ബദ്ർ പാടി സ്വീകരിക്കുന്നത്, ആരാണോ ഇടം കൊടുക്കുന്നത്, എവിടെയുള്ളവരാണോ അൻസ്വാരികളായിട്ട് മാറുന്നത്, അവിടം റൗളാ ഷരീഫ് ഉണ്ടാകുമെന്ന വലിയ പാഠമാണ് മദീന നൽകുന്നത്. ആ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച 10 വർഷക്കാലം ഒടുവിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി യാത്രയായപ്പോ, അവിടെ റസൂലുള്ളാഹിന്റെ വഫാത്ത് സംഭവിച്ചപ്പോ, ആ വഫാത്തിന് ശേഷം നമ്മൾ ചരിത്രത്തിൽ കാണുന്നു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ മയ്യത്ത് മറമാടിയത്. സഖീഫ ബനു സായിദയിൽ, ബനു സായിദക്കാരുടെ തോട്ടത്തിൽ അവിടെ നടക്കുന്ന ചർച്ച എന്താണ്? അടുത്തതാരാണ് നേതാവ് എന്ന ചർച്ചയാണ്. അടുത്തതാരാണ് നേതാവ്? അതാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ, ലാ ഇസ്ലാം ഇല്ലാ ബിൽ ജമാഅ, വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ. ഈ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു അമീർ വേണം, ഒരു ഇമാറത്ത് വേണം എന്നാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ പറയാറുണ്ട്, എനിക്ക് വേറെ നേതാവൊന്നും വേണ്ട, എന്റെ നേതാവ് മുത്തുനബിയാണ്, എന്റെ നേതാവ് മുത്തുനബിയാണ് എന്നായിരുന്നു മുസ്ലിങ്ങളുടെ നിലപാടാകേണ്ടിയിരുന്നതെങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അത്ര ധൃതിപ്പെട്ട് യോഗം ചേർന്ന് മയ്യത്ത് പരിപാലനം പോലും ബാക്കി വെച്ച് അവർ ഒരു നേതാവായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത്? അവർക്ക് റസൂല് പോരെ നേതാവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്. അതങ്ങനെ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്, അത് സ്വീകരിക്കേണ്ടതാണ്, അത് ഇത്തിബാഅ് ചെയ്യേണ്ടതാണ്, അത് ഈമാനിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്കിടയിൽ ഒരു ഇമാറത്ത് വേണം. അത് ഇസ്ലാമിന്റെ പാഠമാണ്. അങ്ങനെ വന്ന ഇമാറത്താണ് ഖുലഫാ റാഷിദുകൾ. ഓരോരുത്തരുടെ പേര് നമുക്കറിയാം. പക്ഷെ പിൽക്കാലത്ത് അതിൽ ചില ദൗർബല്യങ്ങൾ സ്വാഭാവികമായി തന്നെ വന്നു ചേർന്നു. ആ വന്നു ചേർന്ന ദൗർബല്യങ്ങളിൽ അത് പരിഹരിക്കാൻ വേണ്ടി മുജദ്ദിദുകൾ വന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ടു പോകുന്ന ഒരു ഇസ്ലാമിക് സൊസൈറ്റി. പക്ഷേ എന്തെല്ലാം ദൗർബല്യങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിലും അപ്പോഴെല്ലാം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഒരു അൽ ജമാഅത്തായിരുന്നു. എല്ലാവരെയും ചേർത്ത് വെക്കാവുന്ന ഒരു ചരടുണ്ടായിരുന്നു. ആ ചരട് ഇസ്ലാമിക ഖിലാഫത്ത് എന്ന പേരിൽ ലോകത്തുണ്ടായിരുന്ന ഒരു ചരടാണ്. ആ ചരട് നിലനിൽക്കെ തന്നെയാണ് ലോകത്ത് പല കാലങ്ങളിലും മുജദ്ദിദുകൾ വന്നത്, പരിഷ്കർത്താക്കൾ വന്നത്. അവരൊക്കെ എന്താ ചെയ്തത്? എവിടെയാണോ അസുഖം ബാധിച്ചത്, എവിടെയാണോ കേടുബാധിച്ചത്, ഈ സമൂഹ ശരീരത്തിൽ കേടുബാധിച്ചയിടത്തെല്ലാം ചികിത്സിക്കുന്ന പണിയാണ് അവരെടുത്തത്. പക്ഷേ പുതിയ കാലത്തെ ആധുനികവാദികളായിട്ടുള്ള ചില ആളുകൾ, പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ, കുരിശുപടയുടെ വക്താക്കൾ ഈ ഖിലാഫത്തിന്റെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ആ ഒരു സംവിധാനത്തെ അറുത്തുമാറ്റാൻ തീരുമാനിച്ചു എന്നതാണ്. അങ്ങനെ പൂതലിച്ചു നിൽക്കുന്ന ഒരു മരം എങ്ങനെ മറിഞ്ഞു വീണുവോ അതുപോലെ ചുറ്റുപാടുകളിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രതിഫലനങ്ങളൊന്നും സൃഷ്ടിക്കാതെ ഖിലാഫത്ത് അവിടെ തുർക്കിയിൽ വെച്ച് അതിന് പതനം സംഭവിച്ചു. തീരെ പ്രതികരണമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കേരളത്തിലടക്കം ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടായി. ഇന്ത്യയിലെ ഖിലാഫത്ത് മൂവ്മെന്റ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ വല്ലാതെ സഹായിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റാണ്. യഥാർത്ഥത്തിൽ ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും മറുപക്ഷത്ത് നിൽക്കുന്നത് ബ്രിട്ടൻ അധിനിവേശ ശക്തിയാണ് എന്നതും അതിനൊരു വലിയ കാരണമാണ്. കേരളത്തിൽ നിന്ന് മുദ്രാവാക്യം വിളി ഉണ്ടായത് എന്തിനാണ്? അവിടെ തകർന്നു വീണ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതിനെ ഗാന്ധിജിയും ഉപയോഗപ്പെടുത്തി, സ്വാതന്ത്ര്യ സമര നേതാക്കൾ ഉപയോഗപ്പെടുത്തി. പക്ഷേ അൽ ജമാഅത്ത് എന്ന് പറയുന്ന ആ ഒരു ചരട് അറ്റുപോയപ്പോൾ പിന്നെ മുത്തുമണികൾ ചിതറിത്തെറിച്ചതുപോലെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് പുരോഗതി പ്രാപിക്കുകയും ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ഒരുപാട് മുന്നോട്ട് പോവുകയും ലോകത്തിന് പ്രകാശ ഗോപുരം കണക്കെ ഉയർന്നു നിൽക്കുകയും ചെയ്ത മഹത്തുക്കളെ സംഭാവന ചെയ്ത ഒരു കാലം, ആ സുവർണകാലം അസ്തമിച്ച് ഈ മുത്തുമണികൾ ചിതറിത്തെറിച്ച് പലയിടങ്ങളിലായി വീണുപോയ ഒരു സവിശേഷമായ സന്ദർഭത്തിലാണ് ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന നായകനായ സയ്യിദ് അബുൽ അല മൗദൂദി റഹ്മഹുല്ലാ ഉദയം കൊള്ളുന്നത്. അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു, അതിനെക്കുറിച്ച് മനസ്സിലാക്കി. കർമ്മശാസ്ത്രപരമായ ഭിന്നതകൾ, തർക്കങ്ങൾ, അടികൂടലുകൾ, ശണ്ടകൂടലുകൾ, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കൽ, മുബത്തദീങ്ങളാക്കൽ, ഖുറാഫികളാക്കൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അറ്റുപോയ ചരടിനെ കുറിച്ച് ആർക്കും അതിനെക്കുറിച്ച് ഭീതിയില്ല, ആശങ്കയില്ല, ബേജാറില്ല. ഇല്ലാതായി പോയിട്ടുള്ള, കഴുത്തുകളിൽ നിന്ന് ഊരി വീണു പോയിട്ടുള്ള ബൈഅത്തിനെ കുറിച്ച്,
അങ്ങനെ ഒരു ചരടറ്റുപോയാൽ മാത്തമീത്തത്തിൻ ജാഹിലിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ അത്? റസൂലുള്ള പറഞ്ഞ വാക്കാണ്. നിസ്കരിക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, നോമ്പെടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, ഹജ്ജിന് പോകാത്തവരെ കുഫർ, പരിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്ലിമായി മരിക്കില്ല എന്ന് ഏത് കാര്യത്തിലാണ് പറഞ്ഞത്? അത് ഈ നേരത്തെ പറഞ്ഞ അൽ ജമാഅത്തിന്റെ ഇമാറത്തിന്, നേതൃത്വത്തിന്, ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടില്ല എങ്കിൽ മാത്തമീത്തൻ ജാഹിലിയ, ജാഹിലായിട്ട് മരിക്കേണ്ടി വരും. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാൻ സാധ്യമാകാതെ വരും. ഇത്ര ഗൗരവമേറിയ ഒരു പ്രശ്നമായിരുന്നിട്ടും എന്റെ ഉമ്മത്ത് ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേഭുതു പൂണ്ടുകയാണ് അബുൽ അഅ്ലാ മൗദൂദി. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനക്കിടയിൽ, അദ്ദേഹത്തിന്റെ ഇസ്ലാം ഗവേഷണത്തിനിടയിൽ അദ്ദേഹം ഇതിന് വലിയ ഒരു സമയം കണ്ടെത്തുകയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ, നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിൽ, രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ ലഭിച്ച ഒരു ഘട്ടത്തിലാണ് സയ്യിദ് അബുൽ അഅ്ലാ മൗദൂദി റഹ്മഹുല്ലാ ഒരു പരസ്യം ചെയ്യുന്നത്. ഇത്രമേൽ ഗുരുതരമായ ഈ ഒരു സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ചിന്തിക്കാൻ താല്പര്യമുള്ള പണ്ഡിതന്മാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. ആ പണ്ഡിതന്മാരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യത്തിന്റെ മറുപടിയായിട്ടാണ് ബഹുമാന്യനായ AR നേരത്തെ സൂചിപ്പിച്ചതുപോലെ 75 പണ്ഡിതന്മാർ, അവിഭക്ത ഭാരതത്തിൽ നിന്ന് 75 പണ്ഡിതന്മാർ. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മദ്ഹബിന്റെ ആളുകളല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇല്ലല്ലോ. ഇസ്ലാമിനെ പഠിച്ച, നിഷ്പക്ഷമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ, കിതാബ് തിരിഞ്ഞ ആ പണ്ഡിതന്മാർ അവരൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്താണ് ചർച്ച? എന്താണ് ആലോചന? ആ ആലോചന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സ്ഥാപിക്കാനും നിലനിർത്താനും എന്തു ചെയ്യാൻ കഴിയും എന്ന ആലോചനയാണ്. അന്ന് ദാറുൽ അർഖമിൽ തുടങ്ങി റസൂലുള്ളാഹ് 23 കൊല്ലക്കാലം കാണിച്ചു തന്നിട്ടുള്ള ആ സംഘടിത പ്രവർത്തനത്തെ, ഖുലഫാഉർ റാഷിദീങ്ങൾ തുടർന്നിട്ടുള്ള ആ അൽ ജമാഅത്തിനെ എങ്ങനെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനക്കൊടുവിൽ രൂപപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇതിന്റെ പേര് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തിയോട് ചേർത്തല്ല. ഇതിന്റെ പേര് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മദ്ഹബിനോട് ചേർത്തല്ല. ഇതിന്റെ പേര് ഏതെങ്കിലും ഒരു പ്രത്യേക കർമ്മശാസ്ത്ര സരണിയോട് ചേർത്തല്ല. ഇതിന്റെ പേര് അതുകൊണ്ട് തന്നെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടന, ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ. അപ്പൊ പിന്നെന്താണ് ജമാഅത്തെ ഇസ്ലാമി? അത് ഉറുദു ഭാഷയിലായതുകൊണ്ട് അങ്ങനെയാണ് പറയുക. ഉറുദു എന്ന് പറയുന്നത് ഇന്ത്യൻ മുസൽമാന്റെ ഒരു പൊതുഭാഷ എന്ന നിലക്ക് സംഘടനയുടെ പേര് ആ ഒരു അൽ ജമാഅത്തിന് ബദലായിട്ട് അൽ ജമാഅത്തിന്റെ അസാന്നിധ്യത്തിൽ ആവുന്നത്ര വത്തഖുല്ലാഹ മസ്തതഅതും, ഖുർആനിന്റെ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ടതാണല്ലോ അത്. നിങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാനാവുന്നില്ലെങ്കിൽ ആവുന്നതിൽ പരിപൂർണമായി ചെയ്യാനുള്ള ശ്രമം എന്നതാണ്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബദൽ ജമാഅത്ത് രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി 941 അത് രൂപീകരിച്ചത്. അതിനുശേഷം ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിൽ പോലും അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. മതത്തിന്റെ പേരിൽ രാഷ്ട്രം വേണമെന്ന വാദം വന്നപ്പോൾ അതിനെ എതിർത്തു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ മതരാഷ്ട്രവാദം എന്ന് പറയാൻ കഴിയുന്ന ഒരു മൂവ്മെന്റിനെ എതിർത്തതിന്റെ പേരിലാണ് അന്നത്തെ പുരോഹിതന്മാർ സയ്യിദ് മൗദൂദിയെ കാഫിർ എന്ന് വിളിച്ചത്. തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിലല്ല കാഫിർ എന്ന് വിളി കേൾക്കേണ്ടി വന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ ദിക്ർ ദുആകളുടെ പേരിലല്ല, കുനൂത്തിന്റെ പേരിലല്ല, കൂട്ടപ്രാർത്ഥനയുടെ പേരിലല്ല. സയ്യിദ് മൗദൂദി റഹിമഹുല്ലാ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിന് കാഫിർ വിളി ഈ സമുദായത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് മതരാഷ്ട്രവാദത്തെ എതിർത്തതിന്റെ പേരിലാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ടു, ജമാഅത്തെ ഇസ്ലാമി തോറ്റു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ വിഭജിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം തോറ്റു, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇന്ത്യ വിഭജിച്ചപ്പോൾ അന്ന് ജമാഅത്തെ ഇസ്ലാമി എന്താണോ പറഞ്ഞത്, രണ്ട് രാജ്യത്തെയും ന്യൂനപക്ഷങ്ങൾ പ്രയാസപ്പെടും, അരക്ഷിതത്വമുണ്ടാകും, അരാജകത്വമുണ്ടാകും, അതുതന്നെയാണ് പിന്നെ സംഭവിച്ചത്. ദീർഘമായ മതകലാപത്തിന്റെ ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ ഉത്തരേന്ത്യയിൽ കാണേണ്ടി വന്നു. ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം സമൂഹം
അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനയുടെ ആഴം ഇന്നും കൂടുതൽ കൂടുതൽ പ്രത്യക്ഷീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മതേതര നേതാക്കന്മാരൊക്കെ പറയാണ് വന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ, എനിക്ക് മുസ്ലിമായ ഒരു സുഹൃത്തുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അശ്ലീലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് മുസ്ലിമായ ഒരു സുഹൃത്തുണ്ട്, എന്റെ വീട്ടിന്റെ അടുത്ത് മുസ്ലിങ്ങളുണ്ട്, എന്നെ സഹായിക്കാൻ മുസ്ലിങ്ങളുണ്ട്. എന്തൊരു അത്ഭുതകരമായ കാര്യം പറയും പോലെയാണ് അവർ പറയുന്നത്. എത്രത്തോളമാണ് ഈ സമുദായത്തെ അവർ അന്യവൽക്കരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ആർക്കെങ്കിലും ശീലമുണ്ടോ അങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് ഹിന്ദുവായ ഒരു സുഹൃത്തുണ്ട്, എന്റെ വീട്ടില് ജോലിക്ക് വരുന്ന ഒരു ക്രിസ്ത്യാനിയുണ്ട്? ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണോ നമ്മൾ പറയാ? നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ പരസ്പര സഹവർത്തിത്വത്തെയും സഹോദര്യത്തെയും പോലും ഒരു മഹാസംഭവമായി എടുത്തു പറയാൻ മാത്രം ഇസ്ലാം ഭീതി ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതിയ സാഹചര്യം. ഏതായാലും ജമാഅത്തെ ഇസ്ലാമി അന്നെടുത്ത നിലപാട് എന്താണ്? അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് 1948-ലാണ്. 1948 ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് രൂപീകരിച്ചിട്ട് അന്നത്തെ പ്രവർത്തകന്മാർ മുഴുസമയ പ്രവർത്തനത്തിലാണ്. ദുരന്ത ഭൂമിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരുമായി ജനസേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ജനസേവനം തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് രൂപീകരിച്ച 1-ാം തീയതി തുടങ്ങിയ പണിയാണ് ജനസേവനം എന്ന് പറയുന്നത്. അന്ന് പ്രവർത്തകർക്ക് കൊടുത്ത ഒരു സർക്കുലർ ഉണ്ട്. എന്താണെന്നറിയാമോ? അത് വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വിഭജനത്തിന്റെ മുറിവിൽ മുളക് തേച്ച് അതിനെ പരമാവധി ഉദ്ദീപിപ്പിച്ച് ആളുകളെ 2 ഭാഗങ്ങളിലായി നിർത്തിയിട്ട് കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കലാപ സമയത്ത് പ്രവർത്തകർക്ക് ജമാഅത്തെ ഇസ്ലാമി കൊടുത്ത ഒരു സർക്കുലർ ഉണ്ട്. അതിൽ പറയുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് അഭയം തേടി വരുന്നവൻ ഏത് മതക്കാരനായിക്കൊള്ളട്ടെ, ആ അഭയം തേടി വരുന്നവന് നിങ്ങൾ അഭയം നൽകണം. അവൻ അഭയം നൽകണം. അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം സർക്കുലറായി കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഥവാ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അവിടുന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരികയാണ്. എപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ അന്ന് മുതലേ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് മുതലാണ് മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ അന്ന് മുതലേ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ പറഞ്ഞല്ലോ, മതം തന്നെയല്ല ഇസ്ലാം എന്ന് പറയുമ്പോ പിന്നെന്ത് മതരാഷ്ട്രം? മതരാഷ്ട്രവാദത്തിനെതിരെ വളരെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയിൽ മതരാഷ്ട്രവാദത്തിനെതിരെ അതിശക്തമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളുടെ പേര് സയ്യിദ് അബുൽ അല മൗദൂദി എന്നാണ്. അദ്ദേഹം പറയണ്ടായി, മതത്തിന്റെ പേരിൽ രൂപീകൃതമാകുന്ന, പുരോഹിതന്മാർ ഭരിക്കുന്ന, അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ മതരാഷ്ട്രം എന്നല്ല വിളിക്കേണ്ടത്, പൈശാചിക രാഷ്ട്രം എന്നാണ് വിളിക്കേണ്ടത് എന്ന് സയ്യിദ് മൗദൂദി എഴുതിയത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. മൗദൂദി സാഹിബ് ഇപ്പൊ വരും മൗദൂദിനെയും തള്ളിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് സയ്യിദ് മൗദൂദിയെ അറിയില്ല എന്നതാണ് കാര്യം. സയ്യിദ് മൗദൂദി മതരാഷ്ട്രവാദിയായിരുന്നു, ഇപ്പോഴത്തെ അമീർ ആ മൗദൂദിയെ തള്ളിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, മതരാഷ്ട്രവാദത്തെ തള്ളിയത് സയ്യിദ് മൗദൂദി തന്നെയാണ്. മതരാഷ്ട്രവാദത്തിന്റെ വ്യക്തമായിരുന്നില്ല അദ്ദേഹം. മതരാഷ്ട്രവാദം പരിഹാരമല്ല എന്ന് പറഞ്ഞിരുന്നയാളാണ്. ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന ആ വാദം എവിടെ നിന്നാണ് വരുന്നത്? അത് യൂറോപ്പിന്റെ സന്തതിയാണ്, അത് ക്രൈസ്തവതയുടെ സന്തതിയാണ്. അത് ആ നാട്ടിലുണ്ടായിരുന്ന പുരോഹിതന്മാർ രാജ്യം ഭരിക്കുകയും അവർ തന്നെ ലോകത്തെ നിയന്ത്രിക്കുകയും ചെയ്ത കാലത്ത് മനുഷ്യൻ അനുഭവിച്ച ദുരന്തത്തിന്റെ പേരാണ് മതരാഷ്ട്രം എന്ന് പറയുന്നത്. അതിനെതിരെയാണ് ലോകത്ത് നവോത്ഥാന ശ്രമങ്ങൾ ഉണ്ടായത്. അതിനെതിരെയാണ് ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടായത്. പക്ഷേ അവർ കണ്ട ഏക മതം, യൂറോപ്പ് കണ്ട ഏക മതം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. അവർ കണ്ട ഏക നേതൃത്വം ക്രൈസ്തവ പുരോഹിതന്മാരായിരുന്നു. അതുകൊണ്ട് അവർ കൈകാര്യം ചെയ്ത് നാശമാക്കിയിട്ടുള്ള ആ ഒരു ജീവിത രീതിയെ അതിനെതിരെ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും ശത്രുതയും ഉണ്ടായി എന്നതാണ്. ആ യൂറോപ്പിന്റെ കോളനികളായിരുന്നു ഈ നാടുകളെല്ലാം എന്നതുകൊണ്ട് അവർക്ക് ആ ഒരു വാദത്തെ അതിശക്തമായി പ്രചരിപ്പിക്കാനും വികസിപ്പിക്കാനും സാധിച്ചു. അങ്ങനെയാണ് അവർ മതം വേറെ, രാഷ്ട്രം വേറെ, മതം വേറെ, സാമൂഹികത വേറെ, മതം എന്നത് വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് തന്നെയും
ഒതുക്കാൻ പാടില്ല. മതം തന്നെ വേണ്ട, മതനിഷേധമാണ് വേണ്ടത്. അഥവാ മതം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് ഉള്ളിന്റെ ഉള്ളിലായിക്കൊള്ളുക എന്ന വാദം അവരാണ് പ്രചരിപ്പിച്ചത്. അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള അവരുടെ പ്രചോദനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന മതരാഷ്ട്രത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ്. പക്ഷേ അവർ ആ കള്ളിക്കപ്പുറത്തുള്ള ദീനിനെ കാണാതെ പോയി എന്നതാണ്. അവർ ആ കള്ളിക്കപ്പുറത്തുള്ള പ്രവാചകൻ അവതരിപ്പിച്ച ഈ ജീവിത വ്യവസ്ഥയെ കാണാതെ പോയി എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ജീവിത ക്രമമുണ്ട്, രൂപീകരിച്ച ഒരു സൊസൈറ്റി ഉണ്ട്. അത് ബഹുമത സൊസൈറ്റിയാണ്. അത് എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. അത് എല്ലാവരുടെയും ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ജീവിതക്രമമാണ്. അള്ളാഹുവിന്റെ ദൂതരായ റസൂലിന്റെ നേതൃത്വത്തിൽ മദീനയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രം എന്ന പേര് വ്യാജമായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റിനല്ല, അള്ളാഹുവിന്റെ റസൂലിനല്ല, ഇസ്ലാം ദീനിനല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഒരു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിൽ എല്ലാ മനുഷ്യർക്കും നീതിയുണ്ട്, എല്ലാ ആരാധനാലയങ്ങൾക്കും കാവലുണ്ട്. ആദ്യമായി സായുധ ജിഹാദിന് അനുവാദം നൽകി സൂറത്തുൽ ഹജ്ജിൽ ഇറങ്ങിയ ആയത്തിൽ തന്നെ പറയുന്നത് ജൂതരുടെ ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ, ജൂത സിനഗോഗുകൾ, ക്രൈസ്തവ ചർച്ചുകൾ, സന്യാസി മഠങ്ങൾ, എല്ലാ ആരാധനാലയങ്ങളും അള്ളാനെ ഓർമ്മിക്കുന്ന പള്ളികളും. നോക്കൂ നിങ്ങൾ, അള്ളാനെ സ്മരിക്കുന്ന പള്ളികളും എന്ന് പറയുന്നത് അവസാനമാണ്. മറ്റെല്ലാ ആരാധനാലയങ്ങളും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന പള്ളികളും തകർക്കപ്പെടാതിരിക്കാനാണ് ഈ സായുധ ജിഹാദിന് അനുവാദം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യമാണ്. അപ്പോ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമവും രാഷ്ട്രവുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആ രാഷ്ട്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു രാഷ്ട്ര സംവിധാനമാണ് ലോകത്തുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഗുണകരമാവുക എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും സങ്കല്പമല്ല, അത് മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ രാഷ്ട്രസങ്കല്പമല്ല. അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു പോരുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ അറിയിച്ചു തന്നതാണ് എന്നതുകൊണ്ട് അതിൽ പക്ഷപാതിത്വമില്ല, അനീതിയില്ല, അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, കലാപങ്ങൾക്കുള്ള സാധ്യതയില്ല, ദാരിദ്ര്യമില്ല, ഒരു തരത്തിലുള്ള മാന്യവുമില്ലാത്ത ഒരു സുഭിക്ഷതയുടെ ഒരു കാലം വരാനുള്ള ഒരു ജീവിത രീതിയും രാഷ്ട്രസങ്കല്പവുമാണ്. അതിനെ നിങ്ങൾ പരിചയപ്പെടണം, അതിനെ മനസ്സിലാക്കണം. അതാണ് ഗാന്ധിജി ആഗ്രഹിച്ച ഖലീഫ ഉമറിന്റെ ഭരണം എന്നത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്. അത് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറയാതെ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിന്റെ വായന പൂർത്തീകരിക്കാൻ കഴിയുക? അത് പറയാതെ എങ്ങനെയാണ് സുന്നത്തുൻ നബി വായിച്ചു തീർക്കാൻ കഴിയുക? അത് പറയാൻ പാടില്ലെന്ന് വിചാരിക്കുന്നവർ പിന്നെങ്ങനെയാണ് ഖലീഫ ഉമർ എന്ന വാക്യം ഉച്ചരിക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുക, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. അവരൊക്കെ ആരായിരുന്നു? പള്ളിയിലെ ഇമാമുകളായിരുന്നുവോ? അവരൊക്കെ ഏതെങ്കിലും പള്ളിയിലെ മുഅദ്ദിനുകളായിരുന്നുവോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഏതെങ്കിലും പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാരായിരുന്നുവോ? അവർ രാജ്യം ഭരിച്ച ആളുകളായിരുന്നു. എങ്ങനെ അവർ രാജ്യം ഭരിച്ചത്? അവർ രാജ്യം ഭരിച്ചത് അവരുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല. അവർ രാജ്യം ഭരിച്ചത് സോഷ്യലിസം കൊണ്ടല്ല. അവർ രാജ്യം ഭരിച്ചത് അവിടെയുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടല്ല. അള്ളാഹു ഇറക്കി കൊടുത്ത നിയമം കൊണ്ടാണ് അവർ രാജ്യം ഭരിച്ചിട്ടുള്ളത്. ആ രാജ്യഭരണം ഇസ്ലാമിന്റെ ഭാഗമാണ്, അതിൽ തർക്കമില്ല. അതെങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടത്, അതെങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ആ ഉത്തരത്തെ കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത്. സമാധാനത്തിന്റെ മാർഗത്തിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും ജനങ്ങളുടെ മനസ്സിനോട് സംവദിക്കുക എന്നതാണ്. മനസ്സിനോട് സംവദിക്കുന്ന, ബുദ്ധിയോട് സംവദിക്കുന്ന, ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടുന്ന, കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുന്ന, നിർമ്മാണാത്മകവും അതുപോലെ തന്നെ സർഗാത്മകവുമായിട്ടുള്ള രചനാപരമായിട്ടുള്ള ഒരു രീതിയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത്. ഇതിന്റെ അംഗങ്ങൾ എന്തുകൊണ്ടാണ് കലാപങ്ങളിൽ പങ്കെടുക്കാതെ പോയത് എന്ന് ചോദിച്ചാൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ബാലൻ അയാളെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അയാളൊരു ശിശു പോലുമല്ല. അത് കഴിഞ്ഞിട്ട് ശൈശവം കഴിഞ്ഞിട്ടാണല്ലോ ബാല്യം ഉണ്ടാവുക. അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ തന്നെ പറ്റുമോ? പിന്നെ പേരിടുന്നത് ആളെ കണ്ടിട്ടല്ലോ, ആഗ്രഹങ്ങൾക്കാണല്ലോ.
അപ്പൊ അദ്ദേഹം പറയണ്ടായി മാറാട് ആവർത്തിക്കുമെന്ന്. മാറാടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഖുത്ബ പറയുന്നത്. മാറാടിനോട് ചേർന്ന് നിൽക്കുന്ന ബേപ്പൂരാണ് ഞാനിപ്പോ ഖത്തീബായിട്ടുള്ളത്. മാറാട് കേസിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ആരായിരുന്നു അതിലെ പ്രതികൾ? ശിക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ. അത് ചിലപ്പോൾ കേസ് നടത്തുമ്പോൾ യഥാർത്ഥ പ്രതികളും ശിക്ഷിക്കപ്പെടാതെ പോയേക്കാം. പക്ഷേ പ്രതി ചേർക്കപ്പെടുമല്ലോ. യഥാർത്ഥ പ്രതികൾ ആരൊക്കെയായിരുന്നു അന്ന് പ്രതി ചേർക്കപ്പെട്ടിരുന്നത് എന്ന് പരിശോധിച്ചപ്പോ ഓരോ പാർട്ടികളുടെ പേര് വായിച്ചപ്പോഴാണ് അറിയുന്നത് ഈ നേതാവിന്റെ പാർട്ടിയിൽപ്പെട്ട 100-ൽ താഴെ വരുന്ന 78-ഓ 79-ഓ, എനിക്ക് അതിന്റെ എണ്ണം തെറ്റിപ്പോയാൽ ക്ഷമിക്കണം, അത്രയും ആളുകൾ അതിൽ പ്രതികളാണ്. പ്രതികളല്ലാത്ത പാർട്ടി ഏത് എന്ന് പരിശോധിച്ചു നോക്കുമ്പോ പ്രതികളല്ലാത്ത പാർട്ടി, അതിൽ പ്രതി ചേർക്കപ്പെടാത്ത പാർട്ടി, അതിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇങ്ങനെ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ പ്രതി ചേർക്കപ്പെടാത്ത ആളുകളുടെ മേൽ ആരോപിക്കുകയാണ് കലാപം എന്ന് പറയുന്നത്. സാധാരണ നാട്ടുമ്പുറത്തൊക്കെ വണ്ടികളൊക്കെ തമ്മിൽ തട്ടി വരികയൊക്കെ ചെയ്യും. അങ്ങനെ 2 വണ്ടി തമ്മിൽ തട്ടിയാൽ ആദ്യം വണ്ടി എന്ന് ഇറങ്ങിയിട്ട് ശബ്ദം ഉണ്ടാക്കുക തെറ്റ് സംഭവിച്ച ആളായിരിക്കും എന്ന് ഒരു നാടൻ അനുഭവമുണ്ട്. കാരണം അയാളാണ് ഒച്ചയിടുക. കാരണം മറ്റേ ആളുടെ മുമ്പിൽ ഇയാളുടെ തെറ്റിനെ മറച്ചു വെക്കാനുള്ള ഒരു വല്ലാത്ത ഒരു ത്വരയുണ്ടാകും. അങ്ങനെയുള്ള ഒച്ചപ്പാട് യഥാർത്ഥത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി ചേർക്കപ്പെട്ടവരുടെ പാർട്ടിയുടെ നേതാവ് ഒറ്റ പ്രതി പോലുമില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട് വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാറാട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടല്ല, അതിനടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഘടകമില്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? എല്ലാവരും ഇതിൽ ഇടപഴകുമ്പോ, പലരും ഇതിൽ ഒരു കല്ലെങ്കിലും എടുത്തെറിയുമ്പോ, ആ ഓരോരുത്തരും ഒരു തീപ്പെട്ടി കമ്പ് കൊണ്ടെങ്കിലും ഒരസല നടത്തുമ്പോ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആ വഴിയിൽ സഞ്ചരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകന്മാർക്ക് നൽകുന്ന ഇസ്ലാമികമായ ശിക്ഷണത്തിന്റെ മാത്രം ഫലമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ സംവിധാനം ഇത് ജമാഅത്തെ ഇസ്ലാമി കണ്ടുപിടിച്ച ഒരു സംഗതിയൊന്നുമല്ല. ഇസ്ലാം അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. ആളുകളുടെ മനസ്സിലാണ് അത് മാറ്റം വരുത്താൻ ശ്രമിക്കുക. ആളുകളുടെ ബുദ്ധിയോടാണ് ലഅല്ലക്കും തത്തഖൂൻ അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നില്ലേ? ആ അഖ്ലിനോട് സംവദിക്കുന്നത് ഖുർആനിന്റെ ശൈലിയാണ്, ഇസ്ലാമിന്റെ ശൈലിയാണ്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ശൈലി അതുതന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കലാപങ്ങളിൽ ഇല്ലാത്തത്, അതുകൊണ്ടാണ് പ്രതി ചേർക്കപ്പെടാത്തത്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ പോലും അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താൻ സാധിക്കാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഒരു പ്രസിദ്ധീകരണവും പിൻവലിക്കേണ്ടതായി വന്നിട്ടില്ലല്ലോ. ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്? സയ്യിദ് മൗദൂദിയുടെ പുസ്തകം ഇന്നും വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അതിൽ ജനാധിപത്യത്തെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, മതേതരത്വത്തെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ദേശീയത എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇരുട്ടിൽ തപ്പേണ്ട യാതൊരു സാഹചര്യവും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇനി അഥവാ ഖുർആനിന്റെ ഇന്ന ആയത്തിന്, ഇന്ന ഹദീസിന്, ഇന്ന ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ നിഗമനത്തിന് നിങ്ങളുടെ നിലപാട് എതിരാണെന്ന് എണീറ്റു എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവനത് പറയാൻ അർഹതയുണ്ടോ എന്ന് ചോദിക്കാതെ പറഞ്ഞതിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ സന്നദ്ധമാണ് എന്ന് 1-ാം തീയതി മുതൽ പൊതുജനങ്ങളുടെ മുമ്പാകെ പറയാനുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും നമ്മൾ കാണിക്കുന്നുണ്ട് എന്നതാണ്. 50-ാം വാർഷിക പതിപ്പ് ചിലപ്പോഴെങ്കിലും ചർച്ചയാകാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിസര പ്രദേശത്തുള്ള പല പ്രഭാഷകരും അതിങ്ങനെ എടുത്തു പറയാറുണ്ട്. ആ 50-ാം വാർഷിക പതിപ്പിൽ ഒരു ചെറിയ പെട്ടിക്കോളം വാർത്തയുണ്ട്. അത് പണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രഭാഷകന്മാർക്ക് കൊടുത്ത ചോദ്യാവലിയാണ് അതിലെടുത്തുദ്ധരിച്ചത്. ആ ചോദ്യാവലിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ കയറുന്ന പ്രഭാഷകരോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് സദസ്സിലുള്ള ഒരാൾ ചോദിക്കുന്നതെങ്കിൽ അതെനിക്കറിയില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എന്ന് സമ്മതിച്ചെങ്കിലേ ആ ധൈര്യമുള്ള ഒരാളെ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിക്കാനുള്ള പ്രഭാഷകനായി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രമേൽ ജനാധിപത്യ മര്യാദ കാണിക്കാൻ ഇന്ത്യ രാജ്യത്തിന് ഏത് പ്രസ്ഥാനമാണുള്ളത്? മുന്നിൽ നിന്ന് ചോദിക്കുന്ന ഒരാളുടെ ചോദ്യത്തിന് അറിയാത്ത ഉത്തരമാണെങ്കിൽ ഉരുണ്ട് കളിക്കുകയോ ചോദ്യം ചോദിച്ചവനെ മാനങ്കെടുത്തുകയോ ചെയ്യുന്ന ഇന്നത്തെ ചാനൽ റിപ്പോർട്ടിൽ വന്ന് നേതാക്കന്മാര് ചെയ്യുന്ന പണിയല്ല. അറിയില്ല എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയാനുള്ള ധീരത കാണിക്കണമെന്ന് പ്രവർത്തകന്മാർക്ക്, പ്രഭാഷകന്മാർക്ക്, നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന അത്ര ജനാധിപത്യ മര്യാദയുള്ള ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക്
നമുക്ക് നമ്മളോട് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാം. ജനാധിപത്യം എന്ന് പറയുന്നത് പാർട്ടി നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നിടത്ത് കൃത്യമായ പാർട്ടി വ്യവസ്ഥ പാലിച്ച് 4 വർഷത്തിലൊരിക്കൽ അഖിലേന്ത്യാ അമീർ മുതൽ അമീറെ ജമാഅത്ത് മുതൽ ഇങ്ങ് താഴെ പ്രാദേശിക ജമാഅത്ത് വരെയുള്ള ഘടകങ്ങളിൽ കൃത്യമായ അളവിൽ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ച് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണിത്. അതേസമയത്ത് അള്ളാഹു ഉണ്ടാക്കേണ്ട നിയമം ജനങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞാലോ, അള്ളാഹു ഉണ്ടാക്കേണ്ട നിയമം ജനങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞാലോ, അള്ളാഹു ഉണ്ടാക്കേണ്ട നിയമം ജനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നൊരു തത്വം ഒരാൾ അവതരിപ്പിച്ചാലോ, അത് സ്വീകരിക്കാൻ ഖുർആനിന്റെ ആളുകൾക്ക് കഴിയില്ല, അത് സ്വീകരിക്കാൻ ഇസ്ലാമിന് കഴിയില്ല, അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിനും കഴിയില്ല. അത് ജമാഅത്തെ ഇസ്ലാമി തുറന്നു പറഞ്ഞിട്ടുണ്ട്.